2014 മാർച്ച് 8 227 യാത്രക്കാർ 12 ക്രൂ മെമ്പേഴ്സ് അങ്ങനെ ആകെ 239 പേരുമായി MH370 എന്ന വിമാനം മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് പുലർച്ചെ 12:42 പറന്നുയർന്നു. 5 മണിക്കൂർ 34 മിനിറ്റ് ദൈർഘ്യം വരുന്ന യാത്രയ്ക്ക് ശേഷം രാവിലെ 6:30 ബെയ്ജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തേണ്ടിയിരുന്ന വിമാനം പക്ഷേ എത്തിയില്ല. പറന്നുയർന്ന് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട വിമാനം പൊടുന്നനെ അപ്രത്യക്ഷമായി. വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സംഭവമായി MH370 എന്ന മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ തിരോധാനം മാറി. ആ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. 282 യാത്രക്കാരെ ഉൾക്കൊള്ളാനാവുന്ന ബോയിങ് 777 വിമാനം 2002 മലേഷ്യൻ എയർലൈൻസ് വാങ്ങുന്നത്. 2012 വിമാനത്തിന്റെ ചിറകിന് ചെറിയൊരു പ്രശ്നം വന്നതൊഴിച്ചാൽ 12 വർഷ കാലയളവിൽ 53,471 മണിക്കൂർ പറന്ന മലേഷ്യൻ എയർലൈൻസിന്റെ ഈ വിമാനത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2014 ഫെബ്രുവരി 23 അവസാന മെയിൻ്റനൻസ് ചെക്ക് നടത്തിയത്. അതിലും പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. എല്ലാ തവണത്തെയും പോലെ 2014 മാർച്ച് 8 യാത്രയ്ക്കായി MH370 തയ്യാറായി. മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരുന്നു യാത്ര. ദിവസവും 2 സർവീസ് മലേഷ്യൻ എയർലൈൻസ് ഈ റൂട്ടിൽ നടത്തിയിരുന്നു. അതിൽ ആദ്യത്തേതായിരുന്നു ഇത്. പുലർച്ചെ 12:35 കോലാലംപൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 6:30 ബെയ്ജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുന്ന വിധത്തിലായിരുന്നു യാത്ര ക്രമീകരിച്ചിരുന്നത്. 227 യാത്രക്കാർ, 2 പൈലറ്റ്, 10 ക്യാബിൻ ക്രൂ, അങ്ങനെ 239 പേരായിരുന്നു ആ വിമാനത്തിൽ യാത്ര ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ 5 ഇന്ത്യക്കാരും ഉൾപ്പെട്ടിരുന്നു. യാത്രക്കാരെ കൂടാതെ 14,296 കിലോഗ്രാം ഭാരം വരുന്ന കാർഗോയും വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം നിയന്ത്രിക്കുന്നത് മലേഷ്യൻ എയർലൈൻസിലെ തന്നെ ഏറ്റവും പരിചയസമ്പത്തുള്ള പൈലറ്റുമാരിൽ ഒരാളായ 53-കാരൻ സഹാരി അഹമ്മദ് ഷാ. 5 മണിക്കൂർ 34 മിനിറ്റ് ദൈർഘ്യം വരുന്ന യാത്രയ്ക്കായി ഏകദേശം 37,200 കിലോഗ്രാം ഇന്ധനം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ റിസർവ് ഫ്യൂൽ ഉൾപ്പെടെ 49,100 കിലോഗ്രാം ഇന്ധനം വിമാനത്തിലുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും കാരണവശാൽ ബെയ്ജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങാൻ സാധിക്കാതെ വന്നാൽ തൊട്ടടുത്ത എയർപോർട്ടുകളിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടത്ര ഇന്ധനം ഉണ്ടായിരുന്നു എന്നർത്ഥം. നിശ്ചയിച്ചിരുന്നതിലും 7 മിനിറ്റ് വൈകി 12:42 വിമാനം കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്നത്. സമയം 1:01 ആയപ്പോഴേക്കും വിമാനം 35,000 അടി ഉയരത്തിലെത്തിയതായി എയർ ട്രാഫിക് കൺട്രോളിന് ഫ്ലൈറ്റിൽ നിന്നും അറിയിപ്പ് കിട്ടി. സമയം 1:15 വിമാനം വിയറ്റ്നാമീസ് എയർ സ്പേസിലേക്ക് കയറുമ്പോൾ ഹോച്ചിമിൻ സിറ്റി എയർ ട്രാഫിക് കൺട്രോളിനെ വിവരം അറിയിക്കണമെന്ന് മലേഷ്യൻ ട്രാഫിക് കൺട്രോളിൽ നിന്ന് പൈലറ്റിനെ അറിയിക്കുന്നു. അതിന് മറുപടിയായി ഗുഡ് നൈറ്റ് എന്ന സന്ദേശം പൈലറ്റിൽ നിന്നും മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളിന് ലഭിക്കുന്നു. അതിനുശേഷം MH370 എന്ന യാത്രാ വിമാനം അപ്രത്യക്ഷമാകുന്നു. വിയറ്റ്നാമീസ് എയർ സ്പേസിലേക്ക് പ്രവേശിക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ഹോച്ചിമിൻ സിറ്റി എയർ ട്രാഫിക് കൺട്രോളിന് വിമാനത്തിൽ നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻ MH370 വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. കണക്ഷൻ ലഭ്യമായി എങ്കിലും വ്യക്തമായി ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആ ക്യാപ്റ്റൻ പറഞ്ഞത്. MH370 കോക്പിറ്റിലേക്ക് വീണ്ടും കോൾ ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും തന്നെ ഫലപ്രദമായില്ല. പുലർച്ചെ 1:20 അവസാനമായി വിമാനത്തെ കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളിന്റെ റഡാറിൽ കണ്ടത്. സമയം 1:21 ആയപ്പോഴേക്കും കോലാലംപൂർ ട്രാഫിക് കൺട്രോളിന്റെയും ഹോച്ചിമിൻ ട്രാഫിക് കൺട്രോളിന്റെയും റഡാറിൽ നിന്ന് MH370 അപ്രത്യക്ഷമായി. കാണാതാകുമ്പോൾ 35,000 അടി ഉയരത്തിൽ 471 നോട്ട്സ് വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു ആ വിമാനം. ആകാശം അല്പം മേഘാവൃതമായിരുന്നു എന്നതൊഴിച്ചാൽ കാലാവസ്ഥ പ്രതികൂലമായിരുന്നില്ല. കണക്ഷനുകൾ വിച്ഛേദിക്കപ്പെട്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ രാവിലെ 6:30 വിമാനം ബെയ്ജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമെന്ന് അധികൃതർ പ്രതീക്ഷിച്ചു. എന്നാൽ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു. എയർപോർട്ടിൽ തങ്ങളുടെ ഉറ്റവരെ കാത്തിരുന്നവരിലേക്ക് വിമാനം അപ്രത്യക്ഷമായി എന്ന വാർത്തയാണ് എത്തുന്നത്. ഒടുവിൽ വിമാനം ബെയ്ജിംഗിൽ ലാൻഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മലേഷ്യൻ എയർലൈൻസ് ഔദ്യോഗികമായി പത്രക്കുറിപ്പ് പുറത്തിറക്കി. 239 യാത്രക്കാരുമായി MH370 എന്ന വിമാനം കാണാതായിരിക്കുന്നു. വിമാനം കാണാതായ സമയം തെക്കൻ ചൈന കടലിൽ ഒരു പൊട്ടിത്തെറി നടന്നിരുന്നു എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. അതോടെ MH370 എന്ന വിമാനം തെക്കൻ ചൈന കടലിൽ തകർന്നു വീണു എന്ന വാർത്ത പടർന്നു. എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമായിരുന്നു. പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലവേറിയ തിരച്ചിൽ ദൗത്യത്തിനാണ്. വിമാനം അവസാനം കാണപ്പെട്ട സൗത്ത് ചൈന സീ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലുകളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. എന്നാൽ ആ തിരച്ചിലുകളൊന്നും ഫലം കണ്ടില്ല. സംഭവം നടന്ന് 24 മണിക്കൂറിന് ശേഷവും ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ മലേഷ്യക്ക് കഴിഞ്ഞില്ല. മലേഷ്യൻ ഗവൺമെന്റ്, സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ്, എയർഫോഴ്സ്, നേവി, മാരിടൈം എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്നിവരെ ഏകോപിപ്പിച്ച് തിരച്ചിൽ വ്യാപിപ്പിക്കുകയും അയൽ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതോടെ വിവിധ രാജ്യങ്ങൾ തിരച്ചിലിൽ പങ്കാളികളായി. 2 ദിവസത്തിനുള്ളിൽ തന്നെ മലേഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമായി 34 എയർക്രാഫ്റ്റുകളും 40ഓളം കപ്പലുകളും തിരച്ചിലിൽ പങ്കാളികളായി. വിമാനം കാണാതായി 2-ാം ദിവസമാണ് മലേഷ്യൻ ആർമി റഡാറിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വിമാനം യാത്രാമധ്യേ യു ടേൺ എടുത്തുവെന്നും
തിരിച്ച് മലേഷ്യ ഭാഗത്തേക്ക് തന്നെ പോയെന്നും അവിടെ സുമാത്ര ദ്വീപിന് സമീപത്തുള്ള മലാക്ക കടലിടുക്കിന് സമാന്തരമായി സഞ്ചരിച്ചു എന്നുമുള്ള വിവരം പുറത്തുവന്നു. ആർമി റഡാറിൽ പ്രത്യക്ഷപ്പെട്ട വിമാനം MH370 തന്നെയാണോ എന്ന കാര്യത്തിന് ഉറപ്പിച്ചൊരു മറുപടി നൽകാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല. എങ്കിലും അത് ആ വിമാനം തന്നെയാണെന്ന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ സമയം അതുവഴി പോകുന്ന യാത്രാ വിമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ട്, റഡാറിൽ കാണപ്പെട്ട വിമാനത്തിന്റെ സവിശേഷതകളെല്ലാം തന്നെ MH370യുമായി യോജിച്ചു പോകുന്നുണ്ടായിരുന്നു. അതോടെ ആൻഡമാൻ കടലിലും തെക്കൻ ചൈന കടലിലും ഒരേ സമയം തിരച്ചിൽ നടന്നു. ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിൽ കാണാതായ ഒരു വിമാനത്തിനു വേണ്ടി തിരച്ചിൽ നടത്തുക അന്നേ വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമായിരുന്നു അത്. ഒടുവിൽ വിമാനത്തിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ MH370 പടിഞ്ഞാറൻ മലേഷ്യയിൽ നിന്ന് ഒരു യു-ടേൺ എടുത്തതായി സ്ഥിരീകരിച്ചു. അതോടെ തെക്കൻ ചൈന കടലിലെ തിരച്ചിലും അവസാനിപ്പിച്ചു. മാർച്ച് 17 മലേഷ്യയുടെ അഭ്യർത്ഥന പ്രകാരം മറ്റു 11 രാജ്യങ്ങളും തിരച്ചിലിനായി രംഗത്തെത്തി. അതോടെ വർദ്ധിത വീര്യത്തിൽ തിരച്ചിൽ തുടർന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുന്ന സമയമായപ്പോഴേക്കും 26 രാജ്യങ്ങൾ തിരച്ചിലിൽ പങ്കാളികളായിരുന്നു. ഈ രാജ്യങ്ങളിൽ നിന്നായി 60ഓളം കപ്പലുകളും 50ഓളം എയർക്രാഫ്റ്റുകളും തിരച്ചിലിൽ പങ്കെടുത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വിമാനം തകർന്നു വീണതെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ദുഷ്കരമായൊരു പ്രവൃത്തിയായിരുന്നു. കാരണം പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനുമിടയിൽ 18,000-ലധികം ചതുരശ്ര കിലോമീറ്ററുകൾ തിരച്ചിൽ നടത്തേണ്ടതുണ്ടായിരുന്നു. വിമാനത്തിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുകൾ കൈകാര്യം ചെയ്യുന്ന ബ്രിട്ടീഷ് കമ്പനിയായ ഇൻമർസാറ്റിന് ലഭിച്ച വിവരപ്രകാരം അന്ന് രാത്രി എന്താണ് സംഭവിച്ചു എന്നതിന് പ്രധാനമായും രണ്ട് നിഗമനങ്ങളാണ് ഉണ്ടായിരുന്നത്. മലേഷ്യയുടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷവും വിമാനം മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അത് സ്ഥിരീകരിക്കാനായി തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും വിമാനം മുന്നോട്ട് പോയി എന്ന് തന്നെ സങ്കല്പിക്കാം. തെക്കുഭാഗത്തേക്കാണ് വിമാനം പറന്നിട്ടുള്ളതെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് തെക്കുഭാഗത്തായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെ തകർന്നു വീണ്ടിരിക്കാനാണ് സാധ്യത. ഇനി വടക്കോട്ടാണ് സഞ്ചരിച്ചിരിക്കുന്നതെങ്കിൽ വിമാനം മധ്യേഷ്യയിലാണ് എത്തിയിട്ടുണ്ടാവാൻ സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ കസാഖിസ്ഥാൻ പോലെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ വിമാനം തകർന്നു വീണിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇതെല്ലാം വെറും സാധ്യതകൾ മാത്രമായിരുന്നു. അത് സ്ഥിരീകരിക്കുന്നതിനായി തെളിവുകളൊന്നും ലഭിച്ചില്ല. മാർച്ച് 24 മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. എയർ ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും ഇൻമർസാറ്റും നൽകിയ വിവരങ്ങൾ അനുസരിച്ച് തെക്കൻ ഇടനാഴിയിലൂടെ വിമാനം സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കുഭാഗത്തെത്തുകയും അവിടെ തകർന്നു വീഴുകയും ചെയ്തുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. MH370 അപകടത്തിൽപ്പെട്ടതല്ലെന്നും ദുരൂഹമായ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ നിരവധി തിയറികളും ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നു. വിമാനം പടിഞ്ഞാറൻ മലേഷ്യയിൽ നിന്ന് ഒരു യു-ടേൺ എടുത്ത കാര്യം പറഞ്ഞല്ലോ. അതൊരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. സ്വാഭാവികമായും സംശയം പൈലറ്റ് സഹാരി അഹമ്മദ് ഷായിലേക്ക് നീണ്ടു. സഹാരി വിമാനം ഹൈജാക്ക് ചെയ്തതാണ് എന്ന വാർത്തകൾ വന്നു. യാത്രക്കാരെയെല്ലാം കൊലപ്പെടുത്തി പൈലറ്റ് ആത്മഹത്യ ചെയ്തതാണ് എന്നതായിരുന്നു ഇതിൽ ആദ്യത്തേത്. സഹാരി വിമാനം ഹൈജാക്ക് ചെയ്തു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട തിയറി ഇപ്രകാരമാണ്. സഹാരിയിൽ നിന്ന് അവസാന കമ്മ്യൂണിക്കേഷൻ എയർ ട്രാഫിക് കൺട്രോളിൽ ലഭിക്കുന്നത് മലേഷ്യ വിയറ്റ്നാം വ്യോമാതിർത്തിയിൽ വെച്ചാണ്. അതായത് ഇരു രാജ്യങ്ങളുടെയും അധീനതയിലല്ലാത്ത പ്രദേശം. അവിടെ വെച്ച് സഹാരി സഹ പൈലറ്റിനെ യാത്രക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ച ശേഷം കോക്പിറ്റ് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് വിമാനത്തിലെ ലൈറ്റുകളെല്ലാം അണയ്ക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്യുന്നു. ഇതോടെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഇതിനോടൊപ്പം തന്നെ സഹാരി വിമാനത്തിലെ വായുമർദ്ദം കുറയ്ക്കുന്നു. വൈകാതെ ഓക്സിജൻ ലെവൽ താഴ്ന്നു വന്ന് യാത്രക്കാർക്ക് ശ്വാസം കിട്ടാതാവുന്നു. അതിനുശേഷം അയാൾ വിമാനം യു-ടേൺ എടുത്ത് മലേഷ്യൻ ഭാഗത്തേക്ക് തന്നെ സഞ്ചരിക്കുന്നു. 6 മണിക്കൂറോളം വിമാനം പറത്തിയതിനു ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിമാനം ഇടിച്ചിറക്കുകയും യാത്രക്കാരെയെല്ലാം കൊല്ലുകയും ചെയ്യുന്നു. ഇതായിരുന്നു ആ തിയറി. ഇതിനിടയിൽ ക്യാപ്റ്റൻ സഹാരിയുടെ വീട്ടിൽ നിന്ന് ഫ്ലൈറ്റ് സിമുലേറ്റർ കണ്ടെത്തിയിരുന്നു. അപകടത്തിന് 1 മാസം മുമ്പ് MH370 സഞ്ചരിക്കുന്ന വഴിയെ ഫ്ലൈറ്റ് സിമുലേറ്റർ ഉപയോഗിച്ച് സഹാരി പരിശീലനം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. ഫ്ലൈറ്റ് സിമുലേറ്റർ വിദഗ്ധ പരിശോധനയ്ക്കായി FBI-ക്ക് കൈമാറി. അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമാനം ആദ്യം മലാക്ക കടലിടുക്കിലേക്കും അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുമാണ് പോയതെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ ഈ മാസ് മർഡർ സൂയിസൈഡ് തിയറിക്കെതിരായി ലോജിക്കലായ ഒരു വാദം ഉയർന്നു വന്നു. എല്ലാവരെയും കൊന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച പൈലറ്റിന് ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് 6 മണിക്കൂർ വിമാനം പറത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എവിടേക്കെങ്കിലും വിമാനം ഇടിച്ചിറക്കിയാൽ തന്നെ അയാൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നത് വ്യക്തമാണ്. അതിനാൽ തന്നെ വേറെ ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ടെന്ന് എതിർവാദങ്ങൾ വന്നു. അതേ വർഷം തന്നെ ജൂലൈ 17 മറ്റൊരു മലേഷ്യൻ എയർലൈൻസ് വിമാനം MH17 കിഴക്കൻ യുക്രൈനിൽ തകർന്നു വീണിരുന്നു. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരോപണം വന്നു. റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തുന്ന സമയമായതിനാൽ MH370യുടെ തിരോധാനത്തിൽ റഷ്യയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപണം വന്നു. വിമാനത്തിൽ 3 റഷ്യൻ യാത്രികരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ റഷ്യൻ ചാരന്മാരാണെന്നും അവർ 3 പേരും ചേർന്നാണ് വിമാനം ഹൈജാക്ക് ചെയ്തതെന്നുമാണ് അടുത്ത തിയറി വന്നത്. വിമാനത്തിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ നിയന്ത്രിക്കുന്ന ഉപകരണം ആദ്യം ഓഫ് ചെയ്തിരുന്നുവെന്നും അത് പിന്നീട് ഓണായി എന്നും ഇൻമർസാറ്റിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിമാനത്തിന്റെ ഇലക്ട്രോണിക് ബേയുടെ 15 അടി മാത്രം ദൂരമുള്ള ഒരു സീറ്റിലായിരുന്നു ഒരു റഷ്യക്കാരൻ ഇരുന്നത്. അതുകൊണ്ട് തന്നെ സംശയം ആ വഴിക്ക് നീണ്ടു.
സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിച്ച ശേഷം അവർ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും അവർ പറഞ്ഞ മറ്റൊരു സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്യിച്ചുവെന്നും ഈ തിയറിയിൽ പറയുന്നു. എന്നാൽ അധികൃതർ ഈ വാദത്തെ എതിർത്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തിയറികൾ അവിടം കൊണ്ടും തീർന്നില്ല. ഈ സംഭവത്തിന് വിമാനത്തിലുണ്ടായിരുന്ന കാർഗോയുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഫ്ലോറൻസ് ഡി ചാങ്കി രംഗത്ത് വന്നു. ലിഥിയം ബാറ്ററികളും വോക്കി ടോക്കികളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ 2.5 ടൺ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്കാൻ പോലും ചെയ്യാതെയാണ് വിമാനത്തിന്റെ കാർഗോയിൽ കയറ്റിയതെന്ന് ചാങ്കി ആരോപിച്ചു. ഹൈലി സെൻസിറ്റീവായ US ടെക്നോളജി ചൈനയ്ക്ക് കൈമാറാനുള്ള ശ്രമമായാണ് ഡി ചാങ്കി ഇതിനെ വ്യാഖ്യാനിച്ചത്. അതിനെ തുടർന്ന് വന്ന തിയറി ഇപ്രകാരമാണ്. കാർഗോയുടെ കാര്യം മനസ്സിലാക്കിയ 2 US അവാക്സ് വിമാനങ്ങൾ MH370 ലക്ഷ്യമാക്കി വന്നു. എന്നിട്ട് ആ വിമാനങ്ങൾ MH370 ചുറ്റും വട്ടമിട്ട് പറന്നു. ഇതോടെ റഡാറുകളിൽ നിന്ന് മലേഷ്യൻ വിമാനം അപ്രത്യക്ഷമായി. അതിനുശേഷം അവർ പറയുന്നിടത്ത് ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം പൈലറ്റായ സഹാരിക്ക് കൈമാറി. എന്നാൽ ഈ ആവശ്യം സഹാരി അംഗീകരിക്കാഞ്ഞതിനാൽ തെക്കൻ ചൈന കടലിൽ വെച്ച് അവാക്സ് വിമാനങ്ങൾ MH370 വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് ഈ തിയറിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ മലേഷ്യൻ അധികൃതർ ഈ വാദത്തെയും എതിർത്തു. ഇതുകൂടാതെ പല വിചിത്രമായ തിയറികളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. വിമാനം ഹൈജാക്ക് ചെയ്ത് ഇറാനിലേക്ക് പറത്തിയെന്നും ഭീകരാക്രമണത്തിനായി ഉപയോഗിക്കുമെന്നും ഒരു വാദം വന്നു. കാർഗോയിൽ ഉണ്ടായിരുന്ന ലിഥിയം ബാറ്ററികൾക്ക് തീപിടിച്ചതാണ് ഈ സംഭവത്തിന് കാരണമെന്ന് മറ്റൊരു വാദം വന്നു. എന്നാൽ ഇതൊന്നുമല്ല, ഏലിയനുകളാണ് ഇതിന് കാരണമെന്നാണ് മറ്റൊരു കൂട്ടർ പറഞ്ഞത്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതും വിശ്വസിക്കാൻ കഴിയാത്തതുമായ നിരവധി തിയറികൾ MH370 തിരോധാനവുമായി ബന്ധപ്പെട്ട് വന്നു. 2015 കിഴക്കൻ ആഫ്രിക്കൻ തീരത്തിന് സമീപമുള്ള റീയൂണിയൻ ദ്വീപിലെ സെയിന്റ് ആൻഡ്രേ ബീച്ചിൽ നിന്നും ഒരു വിമാനത്തിന്റെ ചിറകുഭാഗം ലഭിച്ചു. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഈ ഭാഗം MH370 മലേഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചു. ഇതിനുശേഷം മൗറീഷ്യസ്, ടാൻസാനിയ, മൊസാംബിക്, ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 27ഓളം വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതിൽ 3 MH370 സ്ഥിരീകരിക്കുകയും ചെയ്തു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ തിരമാലകളിൽപ്പെട്ട് ആഫ്രിക്കൻ തീരത്ത് എത്തിയതാകാമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇത് ആരോ അവിടെ മനഃപൂർവ്വം കൊണ്ടിട്ടതാണെന്നുള്ള ആരോപണം ഉയർന്നു വന്നു. മലേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ 6 രാജ്യങ്ങളുടെ എയർ സ്പേസുകളിലൂടെ സഞ്ചരിച്ചിട്ടും ഒരു രാജ്യത്തിന്റെ റഡാറിലും ഈ വിമാനത്തിന് ഇമേജ് പതിഞ്ഞില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. 2017 ജനുവരി 17 ഈ വിമാനത്തിനായുള്ള തെരച്ചിൽ മലേഷ്യ സസ്പെൻഡ് ചെയ്തു. നീണ്ട 34 മാസക്കാലം തെരച്ചിൽ നടത്തിയിട്ടും വിമാനം കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്നായിരുന്നു അത്. 2018 ജൂലൈയിൽ മലേഷ്യൻ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ മലേഷ്യൻ എയർലൈൻസിന്റെ ഏറ്റവും മികച്ച പൈലറ്റുമാരിൽ ഒരാളായിരുന്നു. ഈ സംഭവത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിൽ മാസ് മർഡർ സൂയിസൈഡ് എന്ന സാധ്യത ഗവൺമെന്റ് പാടെ തള്ളിക്കളഞ്ഞു. എന്നാൽ മുൻ നിശ്ചയിച്ചിരുന്ന പാതയിൽ നിന്ന് വിമാനം വ്യതിചലിച്ചതിന്റെ കാരണം വ്യക്തമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 239 യാത്രക്കാരുമായി MH370 എന്ന വിമാനം അപ്രത്യക്ഷമായിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും അന്നത്തെ ആ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അന്നത്തെ ദിവസം വഴിമാറി 6 രാജ്യങ്ങളുടെ എയർ സ്പേസിലൂടെ ആ വിമാനം കടന്നുപോയിട്ടും എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ പോലും റഡാറിൽ ആ വിമാനത്തിന്റെ ചിത്രം പതിയാതിരുന്നത്? അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളുള്ള ബോയിങ് 777 വിമാനം ഒരു രാത്രി എങ്ങനെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത്? യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ബെയ്ജിംഗ് ലക്ഷ്യമാക്കി പറന്ന വിമാനം എന്തിനാണ് പെട്ടെന്ന് ദിശമാറി സഞ്ചരിച്ചത്? അന്നത്തെ ദിവസം കാർഗോയിൽ എന്തിനാണ് ഇലക്ട്രോണിക് സാധനങ്ങൾ സ്കാനിംഗ് പോലും ചെയ്യാതെ ലോഡ് ചെയ്തത്? ഇനി വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ ആരാണ്, എന്തിനാണ് അത് ചെയ്തത്? ഇത്രയേറെ രാജ്യങ്ങൾ തിരച്ചിലിനായി മുന്നിട്ടിറങ്ങിയിട്ടും ബ്ലാക്ക് ബോക്സ് പോലെ വിമാനത്തിന്റെ സുപ്രധാനമായ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തുന്നതുവരെ MH370 എന്ന പേര് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി തുടരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.